വളരെ അമർഷത്തോടു കൂടിയാണ് ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. മറ്റൊന്നുമല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരേ സാഹചര്യങ്ങൾ, അവസരങ്ങൾ എല്ലാം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, തങ്ങൾക്ക് കുറച്ചൊന്ന് പ്രശസ്തി നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചൊന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസം കാണിക്കാം എന്ന രീതിയിൽ ഏതെങ്കിലും സ്ത്രീകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് മോശമായ കാര്യമാണെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും. അതായത് എനിക്ക് ഒരുപാട് ഭയങ്കരമായിട്ടും മനസ്സിന് ഭയങ്കരമായിട്ടും ടച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ വല്ലാത്തൊരു ഫീല് തോന്നുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. എനിക്ക് അമിതമായ വിശ്വാസം അങ്ങനെയല്ല. ഞാൻ കുഞ്ഞിലെ തൊട്ട് കൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന, കാരണം എൻ്റെ വീടിനടുത്ത് ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അപ്പം കുഞ്ഞിലെ തൊട്ട് നമ്മളവിടെ പോകുന്നത് കൊണ്ട് ആ ഒരു ഇഷ്ടമുണ്ട്. ഗുരുവായൂരൊന്നും സ്ഥിരമായിട്ട് പോകാൻ ഒത്തിരി നമ്മൾ വിരലെണ്ണാവുന്ന പ്രാവശ്യമൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പോയിട്ടുള്ളൂ. പക്ഷേ ആ അമ്പലത്തിൽ നമുക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊക്കെ വേറൊരു ഇതാണ്. ഇപ്പം ഞാൻ രാവിലെ ഉച്ചയ്ക്കൊക്കെ കണ്ട ഒരു ന്യൂസാണ്. അതായത് ബിഗ് ബോസിൽ ആ സ്ത്രീയുടെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ബിഗ് ബോസിൽ വന്ന ഒരു പെണ്ണാണ്. അത് ഞാൻ ജാതി മതം ഇങ്ങനൊന്നും എനിക്ക് പറയാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാനിത് പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുമ്പും ഇതേ മതത്തിലുള്ള ഇതേപോലൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു പെണ്ണ് ഇതേപോലെ അവിടെ കേക്ക് മുറിച്ച് ഭയങ്കര ആഘോഷങ്ങളൊക്കെ ആയിട്ട് അവിടെ അമ്പലത്തിൽ നടത്തി. ഇന്ന് അതുപോലൊരു സ്ത്രീ, അതേ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ അവിടുത്തെ കുളത്തിലിറങ്ങി, അതും മയിൽപ്പീലിയൊക്കെ പിടിച്ചുകൊണ്ട്, അങ്ങനെ കുറച്ച് ക്ലിപ്സാണ് ഞാനിത് കണ്ടത്. അത് കേസെടുത്തു, പരാതി കൊടുക്കണം. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. കാരണം ഒരാൾ ഇവരുടെ പള്ളിയിൽ ചെന്നിട്ട്, ഇവർക്ക് സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാൻ പാടില്ല എന്നുള്ളതുണ്ട്. ഇല്ല, സ്ത്രീകൾക്ക് പ്രത്യേകം നിസ്കരിക്കാനുള്ള സ്ഥലം വരെയുണ്ട്. ഞാൻ എഴുതി വെച്ചത് വായിച്ചിട്ടുണ്ട്. അവരെ അകത്തോട്ട് കയറ്റത്തില്ല, അല്ലേ? ഇവിടെ അങ്ങനെ ആണിനെ പെണ്ണിനെ കയറ്റുന്നത് മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവരിത്ര ഇതായിട്ട് വന്ന് അമ്പലത്തിൽ കുളത്തിലിറങ്ങാനും അവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് എന്താണ് അവർ ഉദ്ദേശിച്ചത്? അവർ മാപ്പ് പറയുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ മാപ്പ് അല്ലെങ്കിൽ സോറി എന്ന് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളാണോ ഈ ലോകത്തുള്ളത് മുഴുവൻ? ഒരിക്കലുമല്ല. കാരണം അവർക്കറിയാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചിട്ട് ലാസ്റ്റ് മാപ്പ് പറഞ്ഞാൽ തീരും. കാരണം മാപ്പിൻ്റെ വില അത്രേ അവർ കാണുന്നുള്ളൂ. ഒരു മനുഷ്യനും മാപ്പ് കൊടുക്കത്തില്ല. ഞാൻ ഉൾപ്പെടെ, ഞാൻ ഏത് രീതിയിൽ എങ്ങനെ ചിന്തിക്കാനും പോസിറ്റീവും നെഗറ്റീവും ചിന്തിച്ച് പറയുന്നു. പക്ഷേ ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഒരാൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അറിവില്ലായ്മ, അവരുടെ രീതികളും നമ്മുടെ രീതികളും വ്യത്യാസമുണ്ട്. അവർക്ക് ഇഷ്ടം കൊണ്ടാണല്ലോ വന്നത് നമ്മുടെ ഇതിൽ. പക്ഷേ ആദ്യം തന്നെ ഒരു സ്ത്രീ ചെയ്തെന്ന് വെച്ചാൽ ആ അമ്പലത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. അത് ഇച്ചിരി പ്രശ്നമായി. അന്ന് അവർ അറിയപ്പെട്ടു. അപ്പോഴും ഈ സ്ത്രീ, ഇപ്പോൾ ഈ തെറ്റ് ചെയ്തേക്കുന്ന ഇതേ സ്ത്രീ തന്നെ അന്നും അവർ ഈ സംഭവം അറിഞ്ഞു കാണുമല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും അത് പ്രശ്നമുണ്ടാക്കിയെന്നും. ആ പെണ്ണിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ സ്ത്രീ അറിഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്ത്രീയും അതേ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? എന്തുമാവാം എന്നുള്ള ഒരു അഹങ്കാരമല്ലേ അവരുടെ മനസ്സിലുള്ളത്, അല്ലേ? എന്തുകൊണ്ട് ഈ തീ എന്ന് പറയുന്നതിൽ കൊച്ചുകുട്ടികൾ വേണ്ട എന്ന് പറയും. ഒരു പ്രാവശ്യം അവരുടെ കൈ നല്ലപോലെ പൊള്ളി ആ ഭാഗത്തേക്ക് പോകത്തില്ല. അത് നമ്മുടെ ഒരു അനുഭവമാണ്, അല്ലേ? തീയാണോ ചൂടാണോ പൊള്ളും, കൈ നോവും, വേദന എടുക്കും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് അത് പറ്റുന്നില്ല? ഇതേപോലെ നേരെ മറിച്ച് നമ്മൾ ആരെങ്കിലും ഇവരുടെ ഏതെങ്കിലും ഒരു പള്ളിയിലോ ഒക്കെ കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും നമ്മളെ വെറുതെ വിടുമോ? ഞാൻ ജാതി മതവും പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊന്നും ആക്കാൻ ഉദ്ദേശിച്ചിട്ടോ അല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഞാൻ ഒരുപാട് ഒരു പ്രത്യേകതകളോട് കൂടി കാണുന്ന ഒരു അമ്പലമാണ്. ഞാൻ മാത്രമല്ല, എന്നെക്കാട്ടിലും എത്രയോ ഇരട്ടി വലിയ ഒരു കാര്യമായിട്ട് കാണുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും എനിക്ക് സത്യം നല്ല ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ആ സ്ത്രീ അവരെന്ത് ആണെന്ന് പറഞ്ഞാലും അറിയാതെ ചെയ്ത കാര്യമല്ല, അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്.
അവർക്ക് അങ്ങനെ ഒന്ന് ചിത്രീകരിക്കണമെങ്കിൽ ലോകത്ത് വേറെ എങ്ങും അമ്പലവും പിന്നെ അമ്പലത്തിനെ വിട്ടേരെ കുളക്കടവുകളില്ലേ, എങ്ങും ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിൽ ചെയ്ത് ഒരു 2 മയിൽപ്പീലി എവിടെ വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതുപോലെ அவங்க ചെയ്താൽ പോരെ. ഇത് ഈ അമ്പലത്തിൽ വന്ന് ചെയ്യണമെന്ന് ഇവർക്ക് എന്തായിരുന്നു ഇത്ര നിർബന്ധം? എന്തായിരുന്നു നിർബന്ധം? ഇത് പ്രതികരിക്കണം, നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കണം. ഇനി ആരും ഒരു മതത്തിനെയും ഇങ്ങനെ അപമാനിക്കാനായിട്ട് ശ്രമിക്കില്ല. ഇത് നടത്തിയിരിക്കുന്ന ഒരു അപമാനം തന്നെയാണ്, എല്ലാ ഹിന്ദുക്കൾക്കും നേരെയുള്ളൊരു അപമാനം തന്നെയാണ്. ഒരിക്കൽ തെറ്റുപറ്റാം, ഒന്നുകൂടി നമ്മൾ എല്ലാവരും ക്ഷമിക്കണം, സഹിക്കണം, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കത്തില്ല. അല്ലെങ്കിൽ ഇവർ എല്ലാത്തിനെയും ഞങ്ങൾ പുരോഗമന ചിന്താഗതിയുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആ ഒരു സമുദായമുണ്ട്, അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളുന്ന ഒരു മതമുണ്ട്. ആ മതത്തിൽപ്പെട്ട വിശ്വാസങ്ങളെ എതിർത്തുകൊണ്ട് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അവരുടെ പള്ളിയിൽ ചെന്നിട്ട് ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എന്താ ചെയ്യാത്തത്? അതിനുള്ള ധൈര്യം കാണിക്കും ഇവർ. ഒന്നുമില്ല, അവരുടെ സ്വന്തം മതമല്ലേ, അപ്പോൾ അവരുടെ സ്വന്തം പള്ളിയല്ലേ, അവർക്ക് അവിടെ ചെയ്യാമല്ലോ. എന്തിനെല്ലാം കൂടെ വന്ന് ഈ നമ്മളെത്ര പ്യുവറായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ്. വിഗ്രഹങ്ങളെയോ ദൈവത്തിനോ ഒന്നുമല്ല, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു റിലാക്സ് ആയിട്ടിരിക്കുന്നത് മറ്റൊന്നും നമ്മുടെ ചിന്തയിലേക്ക് വരില്ല. അത് അമ്പലങ്ങളിലൊക്കെ നമ്മൾ എന്തിനാണ് ഈ അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും ഒക്കെ പോകുന്നത്? നമ്മുടെ മനസ്സിനൊരു ശാന്തി കിട്ടാനാണ്, ഒരു പ്രത്യേക ഫീലാണ്. അവിടെ ചെല്ലുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റൊന്നിനെക്കുറിച്ച് ഓർക്കാൻ തോന്നുന്നില്ല. അവിടെ എന്തൊക്കെയോ നമ്മുടെ ഉള്ളിലൊരു തണുപ്പ് വരുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും അവിടെ ഉള്ളവർക്കൊക്കെ എന്ത് സുഖമാണ്, എപ്പോഴും പോയി കാണാമല്ലോ, അവിടെ പോയി ഇരിക്കാമല്ലോ. അത്രയും പവിത്രമായിട്ട് കാണുന്ന ഒരു സ്ഥലത്ത് എന്ന് കിടന്ന് ഇത്രയും മോശമായിട്ട് അവർക്കറിയാമല്ലോ ഞാൻ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നതാണ്, ഇത് മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയമാണ്, അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് പ്രശ്നം ഉണ്ടാകുമെന്ന് അവർക്കറിയാം. കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ അറിയാതിരിക്കാൻ, അവരറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്തതാണ്. അത് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ചോറ് കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ, ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവരെ അധികാരം മൈൻഡ് ചെയ്യാതെ മറന്നു പോയി കിടക്കുകയായിരിക്കും. അതങ്ങനെയാണല്ലോ, ഏതെങ്കിലും രീതിയിൽ കുറച്ച് നാളൊന്ന് ഫേമസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ അങ്ങ് മറക്കും. കുറേ നാൾ കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മളെല്ലാവരും അവരുടെ പുറകെ പോകും. അപ്പോൾ ഈ സ്ത്രീയെയും ഇതിനു മുമ്പ് ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും കണ്ട് പിന്നെ അവരങ്ങ് താഴ്ന്നിട്ടിരിക്കാൻ, ഒരു പക്ഷേ അവർക്ക് വ്യൂസൊന്നും കാണത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവരുടെ ചാനൽ നീങ്ങുന്നില്ലായിരിക്കാം. അപ്പോൾ അവർ കണ്ടെത്തിയൊരു ബുദ്ധിയായിരിക്കാം അവിടെ പോയി ഇങ്ങനെയൊന്ന് കാണിക്കാവുന്നു. അവരുദ്ദേശിക്കുന്ന ഒരു കുളത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെയൊന്ന് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ വേറെ എവിടെയൊക്കെ പുഴയുടെ സൈഡിലൊക്കെ ഇങ്ങനെ കല്ല് കെട്ടിയിട്ടുണ്ട്, അവിടെയൊക്കെ പോയി മയിൽപ്പീലിയും കൊണ്ടിരുന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യരുതോ? കൂട്ടിന് വേണ ആൾക്കാരെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഉള്ളതും ചെയ്യാമല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. എല്ലാവരും എന്തിനാ ഈ അമ്പലങ്ങളിലോട്ട് വരുന്നത്? നമ്മൾ വിശ്വാസത്തെ അങ്ങനൊന്നും ഹനിക്കാൻ പാടില്ല. നമുക്ക് വിശ്വാസമില്ലാത്ത ഒരുപാട് പേര് കാണുമായിരിക്കും, ഈശ്വരനില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. പക്ഷേ കുറച്ച് മനുഷ്യരെങ്കിലും ഈ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം ജീവിച്ചു പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ അവരൊക്കെ എന്നെ ആത്മഹത്യ ചെയ്ത് പോയേനെന്നറിയാം, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഒരാപത്ത് വന്നാൽ സഹായിക്കും, ഈ ഒരു മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, എനിക്കറിയാം. നമ്മുടെ ഒരു വിശ്വാസം നമ്മളെപ്പോഴും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളതിൽ നിന്ന് മോശമായിട്ടൊന്നും നമുക്ക് വരില്ല. ഒന്ന് മോശം വന്നാൽ മറ്റൊരു സന്തോഷം നമുക്ക് കിട്ടും. ഇതൊന്നും വെറുതെ പറയുന്ന കാര്യങ്ങളുമല്ല. അപ്പോൾ ഇതിനു മുമ്പും ഈ സമുദായത്തിൽ ഒരു സ്ത്രീ വന്ന് അവിടെ കുറേ ഇതൊക്കെ കാണിച്ച് അത് കോടതി വരെ ഇടപെട്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അതും ഇതുപോലെ ഇതിപ്പോൾ പ്രശ്നം ഉണ്ടായി. ഇപ്പം എന്താണ്ട് അടുത്തത് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ പോയി എന്തെങ്കിലും ചെയ്യൂ. അവിടെ അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. പിന്നെ എന്തിനാണ് ഈ അമ്പലങ്ങളിലേക്ക് വന്ന് ചെയ്യുന്നത്? നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ പുഴകളും തോടുകളും ഒക്കെ വേറെ ഒരുപാട്, നമ്മുടെ കേരളമാണ്, ഇഷ്ടം പോലെ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല. ഇപ്പം നല്ലപോലെ വെള്ളം കൂടുതലാണ്, മഴയൊക്കെ പെയ്യുമ്പോൾ നല്ലപോലെ ഇഷ്ടത്തിന് വെള്ളമുണ്ട്. പോയി എവിടാന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ട് ചെയ്യും, അവിടോട്ട് പോകാതിരിക്കും.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. നിങ്ങൾക്കൊക്കെ ഇതൊരു വ്യൂസ് കൂട്ടാൻ അല്ലെങ്കിൽ 10 പേരെ അറിയാൻ വേണ്ടിയിട്ട് കാണിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതല്ലാതെ അതിനപ്പുറത്തേക്ക് ആ അമ്പലത്തിനെയും അവിടുത്തെ ദൈവത്തിനെയും ആ സാഹചര്യങ്ങളെയും ഒരുപാട് നെഞ്ചിലേറ്റിക്കൊണ്ടുവരുന്ന നടക്കുന്ന മനുഷ്യരുണ്ട്. ഇനി ഒരു മനുഷ്യർ ഈ വക കാര്യങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലണ്ട. എനിക്കത് ഒരു റിക്വസ്റ്റായിട്ട് പറയാനുള്ളത്. എന്നിട്ട് പറഞ്ഞിട്ട് സോറി ക്ഷമ എന്താണ് അതിൻ്റെ അർത്ഥം? വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അപ്പോഴപ്പോഴും ഈ സോറി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാനാണെങ്കിൽ പിന്നെ അതിനൊരു പ്രാധാന്യമില്ല. എന്ത് തോന്നിവാസം കാണിച്ചു വെച്ചിട്ട് ലാസ്റ്റ് സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ കാര്യം? ചെയ്തതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലല്ല. നമ്മൾ പവിത്രമായി കാണേണ്ടതിനെ അങ്ങനെ തന്നെ കാണണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എന്ത് വേണേലും ആയിക്കോട്ടെ, പക്ഷെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിനെ ഒന്നും നമ്മൾ മുറിവേൽക്കാനായിട്ട് വിടാൻ പാടില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. മാപ്പ് പറയാം, സോറി പറയാം. എന്തിനാണ് മാപ്പ് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? ഒരു കാര്യം സാധിക്കാനില്ല. ഇതെങ്ങനെ ആയിക്കൊള്ളട്ടെ, അത് കുറേ ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവിടെ കയറി ഇങ്ങനെയൊക്കെ പോട്ടെ, ഞാനിപ്പോൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന മനുഷ്യർ കാണും. കാരണം ഇത് മതത്തിൻ്റെയും കൂടെ പ്രശ്നമാക്കി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പോകുന്ന ഒരു കാര്യമാണ് ഇല്ലേ? നമ്മൾ ആ ഒരു കാര്യത്തിലൊക്കെ നമ്മുടെ യേശുദാസിനെ കണ്ടുപിടിക്കണം. അദ്ദേഹത്തിന് അമ്പലത്തിൽ വേണമെങ്കിൽ കയറാം. കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അദ്ദേഹം കയറുന്നില്ലല്ലോ. അദ്ദേഹത്തിന് കയറാൻ ഇഷ്ടമുള്ളിടത്ത് അദ്ദേഹം എപ്പോഴും പോകുന്നുണ്ടല്ലോ. അപ്പം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനില്ല, ഞാനത് കയറിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് കരുതി ധിക്കരിക്കുന്നതിലല്ല അന്തസ്സ്. അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിലാണ്. ഒന്നും ധിക്കരിച്ചുകൊണ്ട് നേടിയിട്ട് ഒന്നും ആവത്തില്ല. ആരുടെ മുന്നും വലിയ വിലയും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് തോന്നും ഞാൻ ധിക്കരിച്ച് നേടിയോണ്ട് എനിക്ക് എന്തോ കിട്ടിയെന്ന്. ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങളവിടെ ഒരു സീറോ ആയി മാറുകയാണ്. ഇപ്പം ജാസ്മിൻ, ഇപ്പോഴെനിക്ക് ഓർമ്മയാണ്, ജാസ്മിൻ ജാഫറോ എങ്ങനെ കണ്ട. അപ്പം അവർക്ക് അവരുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അവർക്ക് ഭയങ്കര സംഭവമായിരിക്കും അവരുടെ മോള്. കുറേ ആൾക്കാർക്കും ഭയങ്കര സംഭവമായിട്ട് തോന്നും. എൻ്റെ മുന്നിൽ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ഇതുവരെയൊക്കെ ഇങ്ങനൊരു സംഭവം അവർ ചെയ്തില്ല എന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു ദേഷ്യം അവരോട് തോന്നില്ല. പക്ഷേ ഈ കാണിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവരിനി എത്ര വലിയ സംഭവമാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ആരും അംഗീകരിച്ച് കൊടുക്കല്ല. പക്ഷെ ഞാൻ എൻ്റെ കൺമുന്നിൽ അങ്ങനെ ഇത് കണ്ടിരുന്നെങ്കിൽ ഞാൻ ചോദ്യം ചെയ്തേനെ, ഉറപ്പ് കാര്യമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വന്നു എന്ന് തന്നെ ചോദിക്കും. അതൊന്നും ആർക്കും പതിച്ചു കൊടുത്തിട്ടുള്ള സ്ഥലമല്ല. ഇത് തോന്നിയാസം കാണിക്കുന്ന അങ്ങനെ തോന്നിയതുപോലെ കാണിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. കേരളം പോരെങ്കിൽ വെളിയിലോട്ട് പോവാം. അവിടെ പോയി എന്താണെന്ന് വെച്ചാൽ കാണിച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് വ്യൂസൊക്കെ കൂട്ടിക്കോളും. ഇപ്പോൾ അറിയാതെ ഞാനിവിടെ ഉണ്ടെന്ന് ആരും അറിയുന്നില്ലല്ലോ. അപ്പം 10 പേര് ഞാനിവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വിവാദം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പ്രതികരിക്കണം, നല്ല രീതിയിൽ പ്രതികരിക്കണം. എൻ്റെ കൺമുന്നിലായിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പ്രതികരിച്ചേനെ. അത്രമാത്രം എനിക്ക് ഇറിറ്റേഷനും വെറുപ്പുണ്ടാക്കി. ഇതിനു മുമ്പ് ഒരു കേക്ക് മുറിക്കൽ വന്നപ്പോഴേ എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എന്നുള്ളത് തോന്നി. അന്ന് പക്ഷേ എനിക്ക് പോട്ടെ, ആദ്യമായിട്ടായിരിക്കും, അറിയാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് അധികം നാളായില്ല. അപ്പോൾ അടുത്ത ആളും ഇങ്ങോട്ട് വന്നേക്കാണ്. ഇതിനും ഒരു പ്രശ്നം ഉണ്ടായില്ല, അടുത്ത ആളും വരും. ഇതിനുള്ള സ്ഥലമൊന്നും അല്ലത്, മനസ്സിലാക്കിക്കോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സ്ഥലമല്ലത്. അവിടെ ഒരു പവിത്രതയുണ്ട്. വിശ്വാസമില്ലേ, മാറി നിന്നോളൂ. വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ വെറുതെ വിട്ടേക്കും. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അവിടെ ഒരു മനസ്സിന് ശാന്തി കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു ഫീൽ അതാണ്. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് അവിടെ പോകാൻ. അപ്പം അങ്ങനെയുള്ളതിലൊക്കെ ആവശ്യമില്ലാതെ ആരും കൈകടത്താതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, നിങ്ങളുടെ മതവുമായി ബന്ധം. അവിടേക്ക് പോവുക, അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നിങ്ങൾ ഫേമസ് ആകുക. ഇവിടോട്ടുള്ളവരെയൊക്കെ അങ്ങ് വിട്ടേരെ. ഞങ്ങളാരും അങ്ങോട്ട് വരുന്നില്ല. ഞങ്ങളാരെങ്കിലും അവിടെ വന്ന് നിങ്ങളുടെ പള്ളികളിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ പ്രതികരിക്കണം. മനസ്സിലായോ? ആരുടെയും ഒരു അവകാശങ്ങളെയും സന്തോഷങ്ങൾ കടന്നു കയറി ആക്രമിച്ച് അത് നശിപ്പിക്കാതിരിക്കുക. അതെന്ത് കാര്യത്തിലായാലും ശരിയല്ലേ? എനിക്ക് ഇത്രയാണ് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ. ഇതിന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലത് കിടന്ന് വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കിയേനെ. ഇത് പറയേണ്ട കാര്യം തന്നെയാണ്. ചിലർക്കത് പറയാൻ മടി കാണും, ഉള്ളിൽ കാണും, പക്ഷെ പുറമേ പറയാൻ മടിയായിരിക്കും. പക്ഷേ എനിക്കൊരു മടിയും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ
പറയുന്നു. അതിനിപ്പോൾ ആർക്ക് എന്ത് വിഷമം ഉണ്ടായാലും എൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാലും ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അതെൻ്റെ വിശ്വാസമാണ്, എൻ്റെ ഇഷ്ടമാണ്. അപ്പം ഇതുപോലെ ഇതിനപ്പുറത്തേക്ക് ദേഷ്യം കാണിച്ച് ഇരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ശരിയല്ലേ?